എല്ലാവർക്കും നമസ്കാരം. പാഷൻ ടു ബിസിനസ് എന്ന നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ലൈഫിൻ്റെ ഒരു പർപ്പസിനെ കുറിച്ചാണ്. നമ്മൾ ഓരോരുത്തരും ഈ ഭൂമിയിൽ വന്നിരിക്കുന്ന വളരെ വലിയ പർപ്പസുമായിട്ടാണ്. അതെന്താണെന്ന് തിരിച്ചറിയുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ജീവിത ലക്ഷ്യം എന്ന് പറയുന്നത്. നമുക്ക് പലപ്പോഴും നമ്മൾ ഓരോ ചെറിയ ജീവികളെ എടുത്താൽ പോലും അതിന് പോലും ഓരോ പർപ്പസ് ഉണ്ട്. ഉദാഹരണത്തിന് ഒരു ബട്ടർഫ്ലൈനെ എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു പോപ്പപ്പ് ബീനെ എടുക്കുകയാണെങ്കിൽ, അത് ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അത് തേൻ കുടിക്കുന്നു. അതിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് പല പൂക്കളിലും പോയിട്ട് തേൻ ശേഖരിക്കുന്നു. ആ തേൻ ശേഖരിക്കുന്ന കൂട്ടത്തിൽ അത് ഒരു പ്രോസസ്സ് അവിടെ നടക്കുന്നുണ്ട്, ഒരു പരാഗണം അവിടെ നടക്കുന്നുണ്ട്. അങ്ങനെ നടക്കുന്നത് കൊണ്ടാണ് നമ്മളുടെ ചെടികളെല്ലാം പൂക്കുകയും കായ്ക്കുകയും ഒക്കെ ചെയ്യുന്നത്. ആ ഒരു പ്രോസസ്സ് നടന്നില്ലെങ്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഇന്ന് കാണുന്ന ഫലങ്ങളോ അല്ലെങ്കിൽ നമ്മൾക്ക് കിട്ടേണ്ട പ്രകൃതിയിൽ നിന്ന് കിട്ടേണ്ട വിഭവങ്ങളോ ഒന്നും തന്നെ കിട്ടാതെ വരും. സോ ആ ഒരു ചെറിയ ജീവിക്ക് പോലും ഇത്രയും വലിയൊരു ഹയർ പർപ്പസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ മനുഷ്യരായിട്ടുള്ള നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ ലോകത്ത് ചെയ്തു തീർക്കേണ്ടതായിട്ടുണ്ട്. പലപ്പോഴും പലരും പറയുന്നതായിട്ടുണ്ട്, എന്നെ എന്തിനു കൊള്ളാം, എന്നെ ആർക്കും വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് പരിതപിക്കുന്ന ആളുകളെ കണ്ടിട്ടുണ്ട്. പക്ഷേ ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ലോകത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. നമ്മളുടെ ഒരു സ്ട്രെങ്ത്, നമ്മുടെ ഒരു സെൽഫ് ഗ്രോത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ, നമ്മളുടെ ഉള്ളിലേക്ക് തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ വീക്ക്നെസ് എന്താണ്, നമ്മുടെ സ്ട്രെങ്ത് എന്താണ് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. അതുപോലെ തന്നെ നമ്മൾ കണ്ടിന്യൂസ്ലി നമ്മൾ ലേൺ ചെയ്യുക. ഒരുപാട് കാര്യങ്ങൾ നമുക്കിവിടെ പഠിക്കാനുണ്ട്. നമ്മുടെ എക്സിസ്റ്റൻസിന് ആവശ്യമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, നല്ല നല്ല കാര്യങ്ങൾ നമുക്ക് പഠിക്കുവാനുണ്ട്. സോ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ലേണിംഗ് സ്കില്ല് നമുക്ക് ഉണ്ടായിരിക്കുക എന്നുള്ളത് വളരെ വലിയൊരു കാര്യമാണ്. അതുപോലെ തന്നെ നമ്മൾ ആ ശേഖരിക്കുന്ന അറിവുകൾ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യാനായിട്ട്, മറ്റുള്ളവരിലേക്കും അത് പകർന്നു കൊടുക്കാനായിട്ടുള്ളൊരു നല്ല മനസ്സും നമുക്കുണ്ടായിരിക്കുക എന്നുള്ളത് വളരെ വലിയൊരു കാര്യമാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ എല്ലാ ആളുകളുമായിട്ട് നല്ലൊരു നല്ല റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്തെടുക്കാൻ, ഒരു സൗഹൃദം, നല്ലൊരു സ്ട്രോങ് റിലേഷൻഷിപ്പ് എല്ലാം ബിൽഡ് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് സാധിക്കണമെന്നാണ് നമ്മുടെ ഒരു ലൈഫിൻ്റെ ഒരു പർപ്പസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ നമ്മുടെ ഒരു ഇന്നർ സെൻസിലുള്ള നമ്മുടെ ഒരു ശക്തി, നമ്മുടെ ഒരു ഹയർ പർപ്പസുമായിട്ട് നമ്മൾക്ക് അലൈൻ ചെയ്യത്തക്ക രീതിയിൽ നമ്മളുടെ ഒരു മെൻ്റൽ സ്ട്രെങ്ത്, അല്ലെങ്കിൽ നമ്മളുടെ ഒരു നമുക്ക് ആ ഒരു ഹയർ പർപ്പസിലേക്ക് എത്തത്തക്ക രീതിയിൽ നമ്മളുടെ ഈ എനർജിയെ നമ്മൾ ബൂസ്റ്റപ്പ് ചെയ്തെടുക്കുക, നമ്മൾ നല്ലൊരു ആ ഹയർ പർപ്പസുമായിട്ട് അലൈൻ ചെയ്തിരിക്കുക എന്നുള്ളത് വളരെ വലിയൊരു കാര്യമാണ്. നമുക്ക് വളരെയധികം ഈ ഒരു ഭൂമിയുടെ ആ ഒരു ഫ്രീക്വൻസി ലെവലിൽ നല്ലൊരു നല്ല എനർജിയുമായിട്ട് കമ്പാറ്റബിളായിട്ട് ആ ഹയർ പർപ്പസുമായിട്ട് ഒന്ന് അലൈൻഡ് ആയിട്ടിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി നമ്മൾ നിലനിർത്തുക എന്ന് പറയുന്നത്. ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരുപോലെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടായിക്കൊള്ളണമെന്നില്ല. സോ എനിക്ക് ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഫിനാൻഷ്യലി ഒരുപാട് അറിവില്ലാതെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു പോയിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ചെയ്തു പോയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് എനിക്ക് ഒരുപാട് ലോസ് ഉണ്ടായിട്ടുണ്ട്. ശരിക്കും ഞാൻ അതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കി വന്നപ്പോൾ എനിക്ക് മനസ്സിലായി, പല ഫിനാൻഷ്യൽ അഡ്വൈസേഴ്സും പറയുന്നത് കേട്ടിട്ട് നമുക്ക് വളരെയധികം നല്ല രീതിയിൽ അതിനെ മാനേജ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് ഇപ്പോൾ. അതായത് ഒരു ചെറിയ എമൗണ്ട്, നമ്മുടെ ഒരു വരുമാനത്തിൻ്റെ 10% നമ്മൾ 10% കുറയാതെ നമ്മൾ സേവ് ചെയ്ത്, 10% എന്ന് പറയുമ്പോൾ നമ്മളൊരു എന്താ പറയുക, ഒരു 400 രൂപയുടെ ആണെങ്കിൽ ഒരു 40 രൂപയെങ്കിലും നമ്മളത് സേവ് ചെയ്ത് വയ്ക്കുമ്പോൾ നമ്മൾ പോലും അറിയാതെ അത് ഓട്ടോമാറ്റിക്കലി അത് സേവ് ആവുകയും അത് വളർന്നു വലുതായി വലിയൊരു എമൗണ്ടായി മാറുകയും ചെയ്യും. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു എമൗണ്ട് നമ്മൾ ശേഖരിച്ച് വെച്ചിട്ടുണ്ടെന്ന് നമ്മൾ ചിന്തിക്കുക പോലും ചെയ്യരുത്. അങ്ങനെ നമ്മളൊരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, നമുക്ക് എല്ലാവർക്കും ഓരോരോ ആവശ്യങ്ങളാണ്, ദിവസവും ഓരോരോ ആവശ്യങ്ങളാണ്. സോ ആ ആവശ്യങ്ങളെല്ലാം നിറവേറ്റി വരുമ്പോൾ നമ്മുടെ കയ്യിൽ ബാക്കിയൊന്നും ഉണ്ടാവില്ല. സോ അങ്ങനെ ഒരു കാര്യത്തിൽ നമ്മൾ എപ്പോഴും ചിലവാക്കുക മാത്രമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ നമുക്ക് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടാക്കാനായിട്ട് സാധിക്കില്ല. നമ്മൾ പോലും അറിയാതെ നമ്മുടെ മണി ബാഗ് നിറഞ്ഞ് വരണമെങ്കിൽ നമ്മളൊരു 10% നമ്മുടെ സേവിങ്സിലേക്ക് മാറ്റി വയ്ക്കണം. നമുക്ക് കിട്ടുന്ന എത്ര എമൗണ്ട് ആണോ അതിൻ്റെ ഒരു 10% നമ്മൾ മാറ്റി വയ്ക്കുക. അങ്ങനെ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടാക്കിയെടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഒരുപാട് പാഷനേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടാവും. ആ പാഷനേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഫോളോ ചെയ്തുകൊണ്ട് നമ്മൾ അതിനകത്ത് കൂടുതൽ സമയം കണ്ടെത്തുകയും അതിനകത്ത് നമുക്ക് അതൊരു വരുമാന മാർഗമാക്കി എടുക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുക. അങ്ങനെ സഹജീവികളോട് ഒരു കരുണയോടും കമ്പാഷനോടു കൂടിയും കരുണയോടു കൂടിയിട്ട് നമ്മൾ
പ്രവർത്തിക്കുക. നമ്മുടെ ഒരു കയ്യൊപ്പ് ഇവിടെ ചാർത്തിയിട്ട് പോവുക. അതായത് നമ്മൾ ഒരു റിലേഷൻഷിപ്പിലാണെങ്കിലും നമ്മൾ എന്തെങ്കിലും സ്കില്ല് നേടിയിട്ടുള്ളവരാണെങ്കിലും അതൊക്കെ നമുക്ക് വളരെ ലോങ് ടൈമിലേക്ക് നമ്മൾ ഇവിടുന്ന് പോയാലും ഒരു ലോങ് ടൈമിലേക്ക് നിലനിൽക്കത്തക്ക രീതിയിൽ ഒരു ലെഗസി അത് ക്രിയേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ലൈഫിൻ്റെ പർപ്പസായിട്ട് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. സോ നിങ്ങൾക്കും ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ അറിയാമായിരിക്കും. അങ്ങനെയെങ്കിൽ നമ്മുടെ ഈ വീഡിയോസിന് താഴെ കമൻ്റായിട്ട് അറിയിക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. പാഷൻ ടു ബിസിനസ്, ടാൻജിമോൾ PS.